അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തേക്കില്ല എന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ. ഇറാൻ പ്രസിഡന്റ് മഹൂദ് പെസഷ്കിയാൻ പ്രധാനമന്ത്രിയെ കഴിഞ്ഞ ആഴ്ച ക്ഷണിച്ചിരുന്നു. മോദി പങ്കെടുക്കുകയാണെങ്കിൽ അന്തർദേശീയ രാഷ്ട്രീയത്തിൽ സുപ്രധാന വിഷയമായി ഈ കാര്യങ്ങൾ മാറും. ഫെബ്രുവരി 28-നാണ് അലി ഖമേനി കൊല്ലപ്പെടുന്നത്. പിന്നീട് യുദ്ധം ശക്തിപ്പെടുകയും സംസ്കാരം ചടങ്ങുകളെല്ലാം തന്നെ നീട്ടിവെക്കുകയുമാണ് ഇറാൻ ചെയ്തത്. തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന്റെ മകൻ മുസ്തഫ ഖമേനി ഇറാന്റെ അടുത്ത പരമോന്നത നേതാവായി തിരഞ്ഞെടുത്തു. എന്നാൽ അദ്ദേഹം ഇതുവരെ പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. ഫെബ്രുവരി 28-ലെ ആക്രമണത്തിൽ മുസ്തഫയ്ക്കും പരിക്കേറ്റുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരറ്റും ബീഹാർ ഗവർണർ സയ്യിദ് അത്ത ഹസനെയും പങ്കെടുക്കുമെന്നാണ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ജൂലൈ 4-ന് ആരംഭിച്ച് ജൂലൈ 9-ന് അവസാനിപ്പിക്കുന്ന രീതിയിലാണ് ചടങ്ങുകൾ ഇറാൻ ഇപ്പോൾ ഏകോപനം നടത്തിയിരിക്കുന്നത്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ പുതിയ സാഹചര്യം, അതായത് പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറെ തന്ത്രപ്രധാനമായ പ്രാധാന്യത്തോടെയാണ് ഇന്ത്യ ഇത്തരമൊരു ഉന്നതതല സംഘത്തെ ഇറാനിലേക്ക് അയക്കുന്നത്. ജൂലൈ 9-ന് അലി ഖമേനിയുടെ ജന്മദേശമായ വടക്ക് കിഴക്കൻ ഇറാനിലെ മസ്ദറിലാണ് ഭൗതിക ശരീരം അടക്കം ചെയ്യുന്നത്. ഇതിനു മുന്നോടിയായി ജൂലൈ 7-ന് ഇറാനിലെ മറ്റൊരു സുപ്രധാന തീർത്ഥാടന കേന്ദ്രമായ ഖുമിലും അനുസ്മരണ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. 36 വർഷത്തോളം ഇറാനെ നയിച്ച ഖമേനിയുടെ മരണത്തിനു ശേഷം സംസ്കാര തീയതിയെക്കുറിച്ച് അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നു. സാധാരണയായി ഇസ്ലാമിക നിയമപ്രകാരം മരണം നടന്ന് എത്രയും വേഗം സംസ്കാരം നടത്തണമെന്നുണ്ടെങ്കിലും യുദ്ധ സാഹചര്യം കണക്കിലെടുത്താണ് വിടവാങ്ങൽ ചടങ്ങുകൾ ജൂലൈ മാസത്തിലേക്ക് നീട്ടിയത്. ടെഹ്റാൻ, അതോടൊപ്പം തന്നെ മസ്ഹദ്, ഖും എന്നീ നഗരങ്ങളിലായി നടക്കുന്ന അന്തിമ ചടങ്ങുകളിൽ ഏകദേശം 2 കോടിയോളം പേർ പങ്കെടുക്കുമെന്നാണ് സുരക്ഷാ ഏജൻസികൾ കണക്കുകൂട്ടുന്നത്. 1989-ൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സ്ഥാപകനായ ആയത്തുള്ള ഖമേനിയുടെ വിലാപയാത്രയിൽ പങ്കെടുക്കാൻ 1 കോടിയിലധികം വരുന്ന ജനക്കൂട്ടത്തിന്റെ ചരിത്ര റെക്കോർഡ് ഇതോടെ മറികടക്കും. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫ് ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളിലെ നിരവധി പ്രമുഖ ഭരണാധികാരികളും ഈ ചടങ്ങിൽ പങ്കെടുക്കും. ടെഹ്റാൻ, മസ്ഹദ്, ഖും എന്നീ നഗരങ്ങളിലായി നടക്കുന്ന അന്തിമ ചടങ്ങുകളിൽ ഏകദേശം 2 കോടിയോളം പേർ പങ്കെടുക്കുമെന്നാണ് സുരക്ഷാ ഏജൻസികൾ കണക്കുകൂട്ടുന്നത്. സംസ്കാര ചടങ്ങുകളിൽ മുസ്തഫ പരസ്യമായി പങ്കെടുക്കുമോ എന്ന കാര്യത്തിലാണ് ലോകം ഉറ്റുനോക്കുന്നത്. അദ്ദേഹം നിലവിൽ കോമയിലാണെന്ന് ചില അമേരിക്കൻ ഉദ്യോഗസ്ഥർ അവകാശപ്പെടുമ്പോൾ മുഖത്തും കാലിനും പരിക്കേറ്റ അദ്ദേഹം പ്രാഥമിക ചികിത്സയിലാണ് എന്നാണ് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങളുടെ നിലപാട്. ലോകം മൊത്തം ബാധിച്ച മാസങ്ങൾ നീണ്ട സംഘർഷങ്ങൾക്ക് ശേഷമാണ് ഇറാനിൽ ഇപ്പോൾ സമാധാനപരമായ ഒരു അന്തരീക്ഷം ഇപ്പോൾ നടക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പിട്ട കരാർ പ്രകാരം ഇനിയൊരു യുദ്ധമൊന്നും ഉണ്ടാകില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നുവെങ്കിലും ആ ഒപ്പിട്ട് 2 ദിവസത്തിന് ശേഷം അമേരിക്ക തിരിച്ച് ഇറാനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളുണ്ടായി. പക്ഷേ ഇപ്പോൾ യുദ്ധമൊന്നും ഇല്ലാതെ തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. പക്ഷേ ഏത് രീതിയിലും എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധം ഉണ്ടാകാം എന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. എന്നാലും ലോകരാജ്യങ്ങളടക്കം അതീവ ജാഗ്രതയിലാണ്. ഇനിയൊരു യുദ്ധം ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്നൊരു പ്രത്യയശാസ്ത്രത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്തയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇനി ഏതെങ്കിലും ഒരു 2 ലോകരാജ്യം തമ്മിലൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ അത് അവരെ ആ യുദ്ധത്തിലേക്ക് ചെന്നെത്തിക്കാതെ അവരെ രണ്ടുപേരെ പിന്തിരിപ്പിക്കാനുള്ള ഒരു നീക്കവും കൂടെ എല്ലാ ലോകരാജ്യങ്ങളും തേടുന്നുണ്ട്.